വിശുദ്ധ വാൻ ഡിയാഗോ മെക്സിക്കോയിലാണ് ജനിച്ചത്. 1474 അവരൊരു പെയ്ഗൻ കുടുംബമാണ്. മെക്സിക്കോയുടെ ചരിത്രം ഒന്നറിയുന്നത് നമുക്ക് നല്ലതാണ്. അസറ്റിക് വർഗക്കാർ വിജാതീയ ദേവതകളെ ആരാധിക്കുന്നു. അന്ന് ആ അസറ്റിക് വർഗക്കാർ, ആ ട്രൈബൽ വർഗക്കാർ, അവരുടെ നേതാക്കന്മാർ, അവരുടെ പുരോഹിതന്മാർ അവരുടെ ജനതകളിൽ നിന്ന് ഏറെ പേരെ ദേവന്മാർക്കും ദേവതകൾക്കും ബലി കൊടുക്കുന്നു. ജീവനോടെ മനുഷ്യൻ്റെ ഹൃദയങ്ങളെല്ലാം ഉരിഞ്ഞെടുത്ത് ബലിയർപ്പിച്ച് ഏറെ നരബലി നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം. ആ കാലഘട്ടങ്ങളിൽ മെക്സിക്കോയിലേക്ക് ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഈശോയുടെ സന്ദേശവുമായിട്ട് എത്തി. 12ഓളം മിഷണറിമാർ ആദ്യമായിട്ട് മെക്സിക്കോയിൽ എത്തിയപ്പോൾ ആ വചനം കേട്ട വാൻ ഡിയാഗോയും കൂട്ടരും ഈശോയിലേക്ക് വരികയാണ്. വാൻ ഡിയാഗോയ്ക്ക് കുടുംബത്തിൽ പിതാവിനെ നഷ്ടപ്പെട്ടു ചെറുപ്പത്തിലെ. അതുകൊണ്ട് വാൻ ഡിയാഗോ അങ്കിളിൻ്റെ സംരക്ഷണയിലാണ് വളർന്നു വന്നത്. വിവാഹപ്രായമായപ്പോൾ ഒരു വധുവിനെ സ്വീകരിച്ചു. ഇവർ രണ്ടുപേരും സന്തോഷകരമായിട്ട് ജീവിതം നയിച്ചു കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ഈ ഫ്രാൻസിസ്കൻ മിഷണറിമാർ ഈശോയെക്കുറിച്ച് പറയുന്നത് കേട്ടത്. തങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന, ആരാധിച്ചുകൊണ്ടിരുന്ന, വേദനയും ദുഃഖവും നൽകുന്ന ആ ദൈവമല്ല യഥാർത്ഥ ദൈവമെന്നും ക്രിസ്തുവാണ് യഥാർത്ഥ ദൈവമെന്നും അറിഞ്ഞപ്പോൾ ക്രിസ്തുവിലേക്ക് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു. അവരിൽ നിന്ന് തങ്ങളുടെ ഇഷ്ടപ്രകാരം മാമോദിസ സ്വീകരിച്ചു. അമ്പത് വയസ്സുള്ളപ്പോഴാണ് വാൻ ഡിയാഗോ മാമോദിസ സ്വീകരിക്കുന്നത്. തുടർന്ന് 2 വർഷത്തിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അസുഖം വന്നിട്ട് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെടുകയാണ്. വാൻ ഡിയാഗോ ദൈവത്തിൽ ആശ്രയിച്ച്, ക്രിസ്തുവിൽ ആശ്രയിച്ച്, ക്രിസ്തുവിനെ സ്നേഹിച്ച് തൻ്റെ ജീവിതം തുടർന്നു. കാറ്റസിസം പഠിക്കും, പഠിപ്പിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോകും. 15 കിലോമീറ്റർ അകലെയാണ് ദേവാലയമുള്ളത്. മലകൾ കടന്ന് വേണം പള്ളിയിലേക്ക് പോകാനായിട്ട്. എന്നാലും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകും, കുർബാന കാണും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ 1531 ഡിസംബർ 9 ദേവാലയത്തിലേക്ക് രാവിലെ പോവുകയാണ്. 6:45 പോവുകയാണ്. മല കടന്നു വേണം പോകാൻ. ടപ്യോക്ക് എന്ന് പറയുന്ന കുന്നിലെത്തിയപ്പോൾ പെട്ടെന്നൊരു പ്രകാശം. ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക് വാൻ നോക്കി. താൻ ഇതുവരെ കാണാത്തൊരു പ്രകാശമാണല്ലോ, എന്തോ ഒരു ദിവ്യത പോലെ. മാത്രമല്ല മധുരമായ ഒരു ഗാനവും കേൾക്കുന്നു. ഒരു സ്വർഗീയ സംഗീതം, മാലാഖമാരുടെ ഒരു ഗീതം പോലെ. ആ പ്രകാശം കണ്ട സ്ഥലത്തേക്ക്, ആ സ്വരം കണ്ട സ്ഥലത്തേക്ക് വാൻ നോക്കി. അവിടെ നിന്നൊരു സ്വരം കേൾക്കുന്നു. വാൻ വാൻ ഇങ്ങടുത്തു വരൂ. ഒരു സ്ത്രീ സ്വരമാണ്. ആ സ്വരം കേട്ട സ്ഥലത്തേക്ക് വാൻ ഡിയാഗോ ചെന്നു. മൈ ഡിയർ വാൻ, എൻ്റെ പ്രിയപ്പെട്ട മകനെ വാൻ ഡിയാഗോ, ഞാൻ പരിശുദ്ധ മാതാവ്, ദൈവത്തിൻ്റെ അമ്മ, സകല സൃഷ്ടികളുടെയും മുഴുവൻ രക്ഷിതാവായ ക്രിസ്തുവിൻ്റെ അമ്മ, മാതാവ്. വാൻ, എന്നെ വിശ്വസിക്കൂ. ഞാൻ ഈ മലയിൽ ഒരു ദേവാലയത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വാൻ ഒരു കാര്യം ചെയ്യണം. മെക്സിക്കോയിലെ ബിഷപ്പിനോട്, നിങ്ങളുടെ ബിഷപ്പിനോട് ചെന്ന് എനിക്ക് വേണ്ടി ഒരു ദേവാലയം ഈ ടെപ്യോക്ക് മലയിൽ പണിയാനായിട്ട് ഇന്ന് തന്നെ പോയിട്ട് ആവശ്യപ്പെടണം. വാൻ പെട്ടെന്ന് അത്ഭുതം കൊണ്ടു. എപ്പോഴും പരിശുദ്ധ അമ്മയോട് ഭക്തി കാണിക്കുന്നത് കൊണ്ടും ഇത് ദൈവികമാണെന്ന് തന്നെ ഉറപ്പിച്ചു. വേഗം കുർബാനയ്ക്ക് ശേഷം ബിഷപ്പിൻ്റെ അടുത്തേക്ക് പോയി. പിതാവേ, പരിശുദ്ധ അമ്മ എന്നെ മലയിൽ വെച്ച് സന്ദർശിച്ചു. എന്നോട് ഇക്കാര്യം അങ്ങോട്ട് പറയാൻ പറഞ്ഞു, ഒരു ദേവാലയം പണിയണമെന്ന്. ബിഷപ്പിനിത് കേട്ടപ്പോൾ വലിയ ഗൗരവമായിട്ട് തോന്നിയില്ല. വാനിന് തോന്നിയതായിരിക്കാം, തൻ്റെ ആഗ്രഹത്തിൽ നിന്ന് വന്നതായിരിക്കാം. അതുകൊണ്ട് വാൻ ഒരു കാര്യം ചെയ്യുക, ഒരു പ്രാവശ്യം കൂടി നമുക്കിത് മീറ്റ് ചെയ്യാം. വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഞാൻ പരിഗണിക്കാം. പിതാവിൽ നിന്നും അത്ര നല്ല മറുപടി ലഭിച്ചില്ലാത്തത് കൊണ്ട്
വേദനയോടുകൂടെ വാൻ അന്ന് തന്നെ ആ മലയിലേക്ക് പോയി. ടെപ്പിയോക്ക് മലയിലെത്തിയപ്പോൾ അവിടെ ഇതാ മാതാവ്. വാൻ വാൻ. അപ്പോൾ വേദനയോടെ വാൻ മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മാതാവേ, ഞാൻ ഏറെ വേദനയോടെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞിട്ട് ബിഷപ്പ് സ്വീകരിക്കുന്നില്ല. കാരണം ഞാനൊരു സാധാരണ വ്യക്തിയാണ്. ഞാനൊരു കർഷകൻ, വലിയ പ്രവർത്തനങ്ങളൊന്നും വേറിട്ട് ചെയ്യാത്തവൻ, ആ നാട്ടിലെ പ്രമാണിയല്ല. അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിലയുണ്ടാകില്ല. മാതാവ് ഒരു കാര്യം ചെയ്യുക, അങ്ങ് എനിക്ക് പകരം വേറൊരാളെ ഈ ദൗത്യം ഏൽപ്പിക്കുക. അപ്പോൾ മാതാവ് പറഞ്ഞു, വാൻ വാൻ, എൻ്റെ ദൗത്യങ്ങൾ ചെയ്യാൻ അനേകരെ വിളിക്കാൻ എനിക്കറിയാം, വിളിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ദൗത്യം വാൻ നിന്നെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത്. ചെന്ന് ബിഷപ്പിനോട് പറയണം, അനേകരുടെ അമ്മയായിട്ട് ഈ മലയിൽ ഈ ദേവാലയത്തിൽ ഇരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നിൽ നിങ്ങൾക്ക് ആശ്രയിക്കാം. എൻ്റെ അടുത്ത് വരുന്ന സകലരുടെയും സകല കാര്യങ്ങളിലും ഞാൻ ഇടപെടും. ഞാൻ എല്ലാവരുടെയും സംരക്ഷകയായിരിക്കും. ഇത് ചെന്ന് നീ ബിഷപ്പിനോട് പറ വാൻ. പരിശുദ്ധ അമ്മയുടെ സ്നേഹം ഉള്ളിലേറ്റുവാങ്ങി വീണ്ടും അതേ തീക്ഷ്ണതയോടെ വാൻ ബിഷപ്പിൻ്റെ അടുത്തേക്ക് എത്തി. അന്ന് ചെന്നപ്പോൾ അവിടെ നിറച്ച് ഗസ്റ്റാണ്. പെട്ടെന്ന് സ്വീകരിച്ചില്ല. തിരക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞു. എങ്കിലും ക്ഷമയോടുകൂടെ വാൻ നിന്നു. അവസാനം ബിഷപ്പിനെ കണ്ടു. പിതാവേ, എന്നോട് മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഇത് തന്നെ പറഞ്ഞു. അപ്പോഴത്ര വിശ്വാസം തോന്നിയില്ല ബിഷപ്പിന്. ബിഷപ്പ് പറഞ്ഞു, നല്ലൊരു കാര്യം ചെയ്യുക, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ മാതാവിനോട് പറയണം, ഒരടയാളം താ, ഇത് ശരിയാണെങ്കിൽ ഒരു അടയാളം തരാൻ പറയാം. മാതാവിനോട് ഇത് പറഞ്ഞിട്ട് വാൻ തിരിച്ചു പോരാനായിട്ട് നോക്കി. മാതാവേ, അങ്ങൊരടയാളം തന്നാൽ ഞാൻ ബിഷപ്പിനോട് പറയാം. അപ്പോൾ മാതാവ് പറഞ്ഞു, വാൻ, നീ അടുത്ത ദിവസം വാ, അപ്പോൾ അടയാളം തരാം. അന്ന് വാൻ തിരിച്ച് പള്ളിയിലേക്ക് പോയി. അന്ന് വാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് തൻ്റെ അങ്കിളിന് വയ്യാതെ കിടക്കുകയാണ്. രോഗം കൂടി മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അങ്കിളിന് അന്ന് നോക്കിയപ്പോൾ. അങ്കിൾ പറഞ്ഞു, വാൻ, നാളെ എങ്ങും പോകണ്ട കേട്ടോ, എൻ്റെ അടുത്തുണ്ടാകണം. ഞാൻ മരിക്കാറായി, എനിക്ക് കുമ്പസാരിക്കണം. ഒരച്ഛനെ പോയിട്ട് കൊണ്ടുവരണം, എനിക്ക് അന്ത്യകൂദാശകൾ നൽകണം. മോനെ, നീ വേഗം ഒരു പള്ളിയിലേക്ക് പോയി അച്ഛനെ കൊണ്ടുപോവാ. അങ്ങനെ നേരം വെളുത്തപ്പോൾ വാൻ അച്ഛനെ കൊണ്ടുവരാനായിട്ട് പള്ളിയിലേക്ക് പോവാണ്. അപ്പോൾ വാനറിയാം, മാതാവ് പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം അവിടെ വരാനായിട്ട്. അന്ന് ആ മലയിലേക്ക് പോകാതെ വേറെ വഴിയിൽ കൂടെ വേഗം പള്ളിയെ ലക്ഷ്യമാക്കി പോവാണ്. പെട്ടെന്ന് പരിശുദ്ധ അമ്മ ആ മലയിൽ നിന്ന്, ടെപ്പിയോക്ക് മലയിൽ നിന്ന് ഇറങ്ങി വാൻ്റെ അടുത്തേക്ക് വന്നു. വാൻ വാൻ, എവിടേക്കാണ് സ്പീഡിൽ പോകുന്നത്? പെട്ടെന്ന് വാൻ അത്ഭുതമായി. അമ്മേ, മാതാവേ, അങ്കിളിന് വയ്യ, അങ്കിളിന് വേണ്ടി അച്ഛനെ വിളിക്കാൻ പോവാണ്. മാതാവ് പറഞ്ഞു, ഞാനില്ലേ നിൻ്റെ കൂടെ, ഞാനില്ലേ അവിടെ, ഞാനില്ലേ അങ്കിളിനെ സംരക്ഷിക്കാൻ, എന്തിനു ഭയപ്പെടണം? ഈ അസുഖം മരണത്തിൽ അവസാനിക്കില്ല, നിൻ്റെ അങ്കിൾ സൗഖ്യം പ്രാപിക്കും. വാനൊരു കാര്യം ചെയ്യുക, ഇപ്പോൾ അച്ഛനെ വിളിക്കാൻ പോകണ്ട, അങ്കിൾ സൗഖ്യം പ്രാപിക്കും. ആ മലയിലേക്ക് ചെല്ല്, ഇപ്പം തന്നെ ആ ടെപ്പിയോക്ക് മലയുടെ മുകളിലേക്ക് ചെല്ല്. അവിടെ ഒരു പൂ കാണും, കുറേ പൂക്കൾ കാണും, അത് പറിച്ച് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ വാൻ ചോദിച്ചു, മാതാവ് എന്താ പറയണേ? ഇതൊരു മലയാണ്, അവിടെ പൂക്കളില്ലാത്ത സ്ഥലമാണ്, മാത്രമല്ല ഇത് പൂക്കൾ ഉണ്ടാകുന്ന കാലവുമല്ല. എങ്കിലും മാതാവെ അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ പോകുന്നു. അങ്ങനെ മലയുടെ മുകളിലേക്ക് വാൻ ചെന്നപ്പോൾ വാന് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തരം റോസ് പൂക്കൾ നിറച്ചിങ്ങനെ നിൽക്കുകയാണ് ആ പ്രദേശം മുഴുവൻ. കല്ലും പാറയൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ കൂടെ പുതിയ ചെടികൾ വളർന്ന് പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ്. സുഗന്ധം. വാൻ അത്ഭുതത്തോടു കൂടെ പോയി പൂക്കൾ പറിച്ചു. അപ്പം അന്ന് തണുപ്പ് കാലമായതുകൊണ്ട് വാനൊരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്, ഒരു ക്ലോക്ക്, ഒരു വസ്ത്രം. അവർ സാധാരണ ധരിക്കുന്ന ഒരു വസ്ത്രമാണ് അവിടെ, ടിൽമ. അപ്പോൾ ഈ പൂക്കളെല്ലാം പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. പറിച്ചു ഇടാൻ വേറെ സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഡ്രസ്സ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ആ പൂക്കൾ പറിച്ച് ഇട്ടു. എന്നിട്ട് എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് മാതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മാതാവ് അവിടെ താഴെ കാത്തു നിൽക്കുകയാണ്. അതങ്ങനെ തുറന്ന് മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പിടിച്ചപ്പോൾ മാതാവ് ഈ പൂക്കളെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്തു,
ക്രമീകരിച്ചിങ്ങനെ വെച്ചു. എന്നിട്ട് മാതാവ് പറഞ്ഞു, വാൻ, ഇതാ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നീ അടച്ച് ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുക. ബിഷപ്പിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മാത്രമേ ഇത് തുറക്കാവുള്ളൂ, അതിന് മുമ്പ് ഇത് തുറക്കരുത്. അങ്ങനെ പിടിച്ച് വാൻ ബിഷപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പിതാവേ, അങ്ങ് പറഞ്ഞതുപോലെ മാതാവ് അടയാളമായിട്ട് ഇതാ ഈ പൂക്കൾ തന്നയച്ചിരിക്കുന്നു. പൂക്കളുള്ള കാലമല്ല ഇത്, അതുകൊണ്ട് ഇത് മാതാവിൻ്റെ അടയാളമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പൂക്കൾ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വസ്ത്രം ഇങ്ങനെ വിടർത്തി പൂക്കൾ താഴേക്ക് ഇട്ടു. വസ്ത്രം ഇങ്ങനെ വിടർത്തിയപ്പോൾ പെട്ടെന്ന് മാതാവിൻ്റെ രൂപം, അവിടെ മലയിൽ താൻ കണ്ട മാതാവിൻ്റെ അതേ രൂപം ഈ ഡ്രസ്സിൽ പതിഞ്ഞിരിക്കുന്നു. ഈ ഡ്രസ്സിൽ ഈ ചിത്രം കണ്ട ആ സമയത്ത് ബിഷപ്പിന് അത്ഭുതമായി. പശ്ചാത്താപത്തോടുകൂടെ ആ മാതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി, മാതാവേ ക്ഷമിക്കണം, ഞാൻ വിശ്വാസത്തിൽ കുറവുള്ളത് കൊണ്ടല്ല, ഉറപ്പൊന്നും കൂടി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, ഞാൻ അങ്ങ് പറയുന്നത് പ്രവർത്തിക്കാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. ഈ വസ്ത്രം അവിടെ ബിഷപ്പിൻ്റെ പള്ളിയിൽ സൂക്ഷിച്ചു. ടപ്പിയോക്ക മലയിൽ മെക്സിക്കോയിൽ വലിയ പള്ളി പണിയുന്നത് വരെ ഇവിടെ സൂക്ഷിച്ചു. ആ പള്ളി പണിത് മെക്സിക്കോയിലേക്ക് കൊണ്ടുപോയി അവിടെ ആ മാതാവിൻ്റെ രൂപം സ്ഥാപിച്ചു, മാതാവിൻ്റെ ആ ചിത്രം സ്ഥാപിച്ചു. ഇതേ സമയം തന്നെ മാതാവ് ഈ അടയാളം വാന് കൊടുത്ത അതേ സമയം തന്നെ വീട്ടിൽ അങ്കിളിൻ്റെ അടുത്ത് ഒരു അത്ഭുതം നടന്നു. അങ്കിളിൻ്റെ അടുത്ത് വാൻ ചെന്നപ്പോൾ അങ്കിൾ പറയുകയാണ്, വാൻ, നിനക്ക് പ്രത്യക്ഷപ്പെട്ട മാതാവ് എൻ്റെ അടുത്ത് വന്നു, എനിക്ക് സൗഖ്യം തന്നു, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു, ഇതാ ഞാൻ സൗഖ്യമുള്ളവനായി. എന്നിട്ട് മാതാവ് എന്നോട് പറഞ്ഞു, ഞാൻ ഗ്വാഡലിപ്പ മാതാവ് എന്ന് അറിയപ്പെടണം. ഗ്വാഡലിപ്പ എന്ന് പറഞ്ഞാൽ മെക്സിക്കൻസിൻ്റെ ഇടയിൽ അർത്ഥം തിന്മയെ, സാത്താനെ, സർപ്പത്തെ തകർക്കുന്ന മാതാവ്, സർപ്പത്തിൻ്റെ തല തകർക്കുന്ന മാതാവ് എന്നാണ്. ഗ്വാഡലപ്പ മാതാവിൻ്റെ ചിത്രം വളരെ അത്ഭുതകരമാണ്. മാതാവ് പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 9-നാണ്, 6:45 അന്ന് കാലാവസ്ഥ അനുസരിച്ചിട്ട് ഒരു ഇരുളിൻ്റെ ദിനമാണ്. പിറ്റേ ദിവസം തുടങ്ങിയാണ് ആ വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശം വരുന്നത്. അതിൻ്റെ അർത്ഥം താൻ കൊണ്ടുവന്ന സന്ദേശം, താൻ കൊണ്ടുവന്ന യേശു ഈ ലോകത്തിന് മുഴുവൻ പ്രകാശം നൽകുന്നതാണ്. മെക്സിക്കോയ്ക്ക് ഇനി ഒരു പ്രകാശത്തിൻ്റെ ചരിത്രമാണ് എന്നതാണ്. ഗ്വാഡലിപ്പ മാതാവിൻ്റെ ചിത്രം ആ പള്ളിയിൽ സ്ഥാപിച്ചതിന് ശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം അവിടെ ഒരു സ്ഫോടനം നടന്നു. വിശ്വാസികളല്ലാത്തവർ കൊണ്ടുവന്ന് ഇതെല്ലാം തകർക്കാൻ വേണ്ടിയിട്ട് സ്ഫോടനം നടത്തിയപ്പോൾ ഈ മാതാവിൻ്റെ ചിത്രത്തിന് ഒന്നും സംഭവിച്ചില്ല, ഒരു കേട് സംഭവിച്ചില്ല. ബാക്കി അവിടെ ഉണ്ടായിരുന്ന ചില്ലുകൾ തകർന്നു. അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന ഒരു വലിയ കുരിശുരൂപം അങ്ങനെ തന്നെ വളഞ്ഞു. പിന്നീടും ആസിഡ് ആ ചിത്രത്തിന്മേൽ വീണു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അവിടെ എല്ലാം പെയിൻറ് ചെയ്തപ്പോൾ അവിടെ വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നൈട്രിക് ആസിഡ് അവിടെ വീണു. പക്ഷേ ഈ ചിത്രത്തിന് ഒന്നും സംഭവിച്ചില്ല. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഇതാ ഡ്രസ്സാണ്, വാൻ്റെ ഡ്രസ്സാണ്. ഒരു ഡ്രസ്സ് ഒരു സസ്യത്തിൽ നിന്നുണ്ടാക്കുന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ആ ഡ്രസ്സ് ഒരു 10-25 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും നശിച്ചു പോകും. പക്ഷേ ഇപ്പോൾ 500 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ വസ്ത്രത്തിന് ഒരു മങ്ങലും ഏറ്റിട്ടില്ല, ഒരു കുഴപ്പവും വന്നിട്ടില്ല. ശാസ്ത്രജ്ഞന്മാരേറെ, എല്ലാ തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർ, രസതന്ത്രജ്ഞന്മാർ, ഗണിതശാസ്ത്രജ്ഞന്മാർ, ജ്യോതിശാസ്ത്രജ്ഞന്മാരെല്ലാം ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ട് അതിൻ്റെ വസ്തുത എന്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ വാൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന, വാൻ്റെ സഹപാഠിയായിരുന്ന ഒരു വ്യക്തിയും ഇത് പഠിക്കുന്നുണ്ട്. അയാൾ പഠിച്ചൊരു ജോലിയൊക്കെ കിട്ടി, ലെക്ചറായ ഒരാളാണ്. അതും ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടിയ വലിയ കാര്യങ്ങൾ നമ്മുടെ കണ്ണു തുറക്കുന്നതും മാതാവിനോടുള്ള നമ്മുടെ സ്നേഹവും ഭക്തിയും വർദ്ധിപ്പിക്കുന്നതുമാണ്. മാതാവ് അന്ന് ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ നീല നിറമാണ്. ആ നീല നിറം കാണിക്കുന്നത്
മെക്സിക്കോയിലെ രാജ്ഞിയുടെ വസ്ത്രത്തിൻ്റെ കളറാണ്. അതായത് ലോകത്തിൻ്റെ മുഴുവൻ രാജ്ഞി മാതാവാണ് എന്ന് തെളിയിക്കുന്നതാണ്. ആ രാജ്യത്തിൻ്റെ രാജ്ഞിയും മാതാവാണ്. ഈ ഡ്രസ്സിൽ കുറേ നക്ഷത്രങ്ങൾ വ്യക്തമായിട്ട് കാണാം. ഈ നക്ഷത്ര രാശി ചിത്രങ്ങളെല്ലാം കൂട്ടി വരയ്ക്കുമ്പോൾ വ്യക്തമാകുന്നത്, ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, അന്ന് ഡിസംബർ 9 രാവിലെ 6:45 ആകാശത്തിൽ നക്ഷത്രത്തിൻ്റെ പൊസിഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നുവോ അതേ രീതിയിലാണ്, അതേ രാശിയിലാണ് ഈ ചിത്രത്തിൽ നക്ഷത്രങ്ങൾ പതിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ ശരീരഭാഗത്ത്, മാതാവിൻ്റെ ശരീരഭാഗത്ത് തലയിൽ കിരീടത്തിൻ്റെ രൂപത്തിലാണ് നക്ഷത്രങ്ങൾ. ഒപ്പം തന്നെ ഉദരഭാഗത്ത് ഒരു സിംഹത്തിൻ്റെ രൂപത്തിലുള്ള നക്ഷത്രത്തിൻ്റെ അറേഞ്ച്മെൻ്റാണ്. അതായത് യൂദയായുടെ സിംഹമായ ഈശോയെ പ്രതിനിധീകരിക്കുന്നു. ഈ മാതാവ് ഒരു കറുപ്പ റിബൺ പോലെ കിട്ടിയിട്ടുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഒരു പുത്രന് ജന്മം കൊടുക്കുന്ന മാതാവിനെയാണ്. മെക്സിക്കോയിൽ ഈശോയ്ക്ക് ജന്മം കൊടുത്ത് ഈശോയെ മെക്സിക്കോ മുഴുവൻ പകരുന്നു. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിലേക്ക് ഈശോ ജനിക്കുന്നതിൻ്റെ ഒരു പ്രാതിനിധ്യം കൂടിയാണ് ഈ സൂചന നൽകുന്നത്. ഒപ്പം തന്നെ മാതാവിൻ്റെ കണ്ണ്, ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചിട്ട് മാതാവിൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു ചിത്രത്തിൽ. മാതാവിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത, മെക്സിക്കൻ സ്ത്രീകളുടെ ഒരു ഷേപ്പും വരുന്നുണ്ട്, ഒരു സ്പെയിൻ, രണ്ട് വർഗ്ഗക്കാരും അവിടെയുണ്ട്. അപ്പോൾ പല പൊസിഷനിൽ നിന്ന് നോക്കുമ്പോൾ പല രൂപത്തിലേക്ക് മാതാവിനെ കാണാം. അതായത് ഏത് വ്യക്തികളാണോ മാതാവിനെ നോക്കുന്നത് ആ വ്യക്തിയുടെ ഒരു ഇമേജിലേക്ക്, അവരോട് താതാത്മ്യം പ്രാപിക്കുന്ന മാതാവിനെ കാണാം. മാതാവിൻ്റെ കണ്ണ് പരീക്ഷിച്ചു, ഇൻഫ്രാറെഡ് റേസ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം കണ്ണ്, അപ്പോൾ ജീവനുള്ള 3 ഡൈമെൻഷണൽ കണ്ണാണ് അവിടെ കാണുന്നത്. ഒരു മനുഷ്യൻ്റെ, ഒരു യഥാർത്ഥ വ്യക്തി, എല്ലാം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയുടെ കണ്ണാണ് അവിടെ കാണുന്നത്. നമുക്കറിയാം നമ്മളൊരു വസ്തുവിനെ നോക്കുമ്പോൾ, അപ്പോൾ നമ്മളൊരാളെ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നോക്കുമ്പോൾ ആ വസ്തു നമുക്ക് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ആ വസ്തുവിൻ്റെ ഇമേജ് പ്രകാശത്താൽ നമ്മുടെ റെറ്റിനയിലേക്ക് പതിയും. അപ്പം നമ്മുടെ റെറ്റിനയിൽ അതിൻ്റെ രൂപമുണ്ട്. ഇപ്പോൾ ഒരാളെ നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ ആളുടെ രൂപം നമ്മുടെ റെറ്റിനയിലുണ്ട്. അതിനെ നമ്മുടെ തലച്ചോറാണ് ഇന്ന ആളാണെന്നും പറഞ്ഞ് നമ്മളെ വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ മാതാവിൻ്റെ റെറ്റിനയിൽ ഇതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ മെക്സിക്കോയിലെ ജനങ്ങളുടെ ഇമേജ്, പ്രതിരൂപം ആ കണ്ണിൽ കാണുന്നു. ബിഷപ്പിൻ്റെ പ്രതിരൂപം, വാൻ ഡിയാഗോയുടെ പ്രതിരൂപം, അതുപോലെ ആ മെക്സിക്കോയിലെ പല ജനങ്ങളുടെ, അങ്ങനെ 12 പേരുടെ പ്രതിരൂപം കണ്ണിൽ കാണുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ കഴുത്തിലൊരു കുരിശുരൂപമുണ്ട്, റിബണിലൊരു കുരിശുരൂപം വെച്ചിട്ടുണ്ട്. ആ കുരിശുരൂപം കാണിക്കുന്നത് മെക്സിക്കൻ ജനത, സോൾജിയേഴ്സ്, തങ്ങളുടെ പട്ടാളക്കാർ അവരുടെ ഡ്രസ്സിൽ അണിയുന്ന രൂപമാണ്. അതായത് ലോകത്തിൻ്റെ മുഴുവൻ പടയാളി മാതാവും സ്വർഗവുമാണ് എന്ന് കാണിക്കുന്നതാണ്. ഈ മാതാവിൻ്റെ മാത്തമാറ്റിക്കലായിട്ട് മാതാവിൻ്റെ എല്ലാ സ്ട്രക്ചേഴ്സിനെ മൊത്തം നോക്കിയപ്പോൾ മെക്സിക്കോയുടെ ഒരു രൂപത്തിൻ്റെ ഒരു ഇമേജാണ് ആ ഭാഗങ്ങളിൽ സെൻട്രൽ ഭാഗത്തായിട്ട് വരുന്നത്. അതായത് മെക്സിക്കോയെ മുഴുവൻ ഹൃദയത്തിൽ വഹിച്ച് മെക്സിക്കോയ്ക്ക് മുഴുവൻ അനുഗ്രഹവും ഈശോയെ നൽകുന്ന. അതുപോലെ തന്നെ 2 തരം ഡ്രസ്സിനെ പിടിച്ചുകൊണ്ട് അടിയിലൊരു ഏഞ്ചലാണ് താങ്ങി നിർത്തുന്നത്, മാലാഖ. മെക്സിക്കൻസിൻ്റെ വിശ്വാസമനുസരിച്ച് സോൾജിയേഴ്സിനെ കഴുകൻ്റെ രൂപത്തിലാണ് അവരെ ചിത്രീകരിക്കാറ്. അതേ രൂപത്തിലാണ് മാലാഖ മാതാവിൻ്റെ കാൽ ചുവട്ടിൽ നിൽക്കുന്നത്. മാലാഖയുടെ പുറത്താണ്, സ്വർഗീയ വൃന്ദങ്ങളോടൊപ്പമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈകളല്ല, മാതാവാണ് ഭൂമിയെ മുഴുവൻ സംരക്ഷിക്കുന്നതെന്ന് കാണിക്കുന്നതാണ്. ചുരുക്കത്തിൽ മാതാവ് സകല ജനത്തിൻ്റെയും അമ്മയാണ്. അമ്മയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, അതാണ് നമ്മളെ കൂടുതൽ. ഞാൻ നിങ്ങളുടെ അമ്മയാണ്, ഞാൻ നിങ്ങളുടെ അടുത്തില്ലേ, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാനില്ലേ, മകനെ മകളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ അമ്മയുടെ സാന്നിധ്യം നമ്മളെ എപ്പോഴും സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ഗ്വാഡലുപ്പ മാതാവ്, ആ മാതാവിൻ്റെ സാന്നിധ്യം ഇത് കേൾക്കുന്ന നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഡിസംബർ മാസത്തിലാണിത്. 9-ാം തീയതി തുടങ്ങി 12-ാം തീയതിയാണ് ഈ ചിത്രം കൊടുത്തത്, ആ രൂപം വസ്ത്രത്തിൽ പതിഞ്ഞത്. അതുകൊണ്ട് ഗ്വാഡലുപ്പ മാതാവിൻ്റെ തിരുനാൾ ഡിസംബർ 12-ാം തീയതിയാണ് ജനം ആഘോഷിക്കുന്നത്.
ഗ്വാഡലുപ്പ മാതാവിൻ്റെ പ്രത്യക്ഷം ലഭിച്ച വാൻ അന്നു മുതൽ ആ ചാപ്പലിനടുത്ത് ഒരു കെട്ടിടം പണിത് അവിടെ ഒരു സന്യാസിയായിട്ട് ജീവിച്ചു. മാതാവിനെ കുറിച്ച് ആളുകളോട് പറയാനും മാതാവിൻ്റെ സ്നേഹം അറിയിക്കാനും മാതാവിൻ്റെ ഒരു സന്ദേശകനായിട്ട് അവിടെ താമസിച്ചു തൻ്റെ ജീവിതം മുഴുവൻ. വളരെ തീക്ഷ്ണതയോടുകൂടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ടല്ല വാൻ വിശുദ്ധനായത്, മറിച്ച് ലളിതമായ വിനീതമായ ജീവിതത്തിലൂടെ സ്നേഹപ്രവർത്തനങ്ങളിലൂടെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് വാൻ തയ്യാറായി എന്നുള്ളതാണ്. തുടർന്ന് 17 വർഷക്കാലം ഒരു ഹെർമിറ്റായിട്ട്, ഒരു താപസനായിട്ട് അവിടെ തന്നെ ജീവിച്ചു എന്നാണ് പറയുന്നത് ചരിത്രം. വാൻ്റെ ജീവിതം കണ്ട് കുറച്ച് പേരൊക്കെ അനുകരിക്കാൻ വന്നു. ചരിത്രത്തിൽ കുറച്ച് കാലഘട്ടങ്ങളിൽ വാൻ ഒരു ഹെർമിറ്റായിരുന്നുവെന്നും ആ സന്യാസ സമൂഹത്തിലേക്ക് കുറേ പേരൊക്കെ വന്നു എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. 17 വർഷങ്ങൾക്ക് ശേഷം 1548 മെയ് 30 വാൻ തൻ്റെ ഈ ലോകജീവിതം അവസാനിച്ച് തമ്പുരാനെ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത്. ഗ്വാഡലുപ്പ മാതാവിൻ്റെ വാൻ ഡിയാഗോയുടെ ചരിത്രം പറയുന്നത് പരിശുദ്ധ അമ്മ നമ്മോട് കൂടിയുണ്ടെന്നാണ്. എളിമയോടെ വിനയത്തോടെ സ്വർഗം നമ്മെ ഏൽപ്പിക്കുന്ന ദൗത്യം നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യാം. അതെത്ര വലുതായാലും എത്ര ചെറുതായാലും നമ്മുടെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിലൂടെ നമുക്കത് കാഴ്ചവെക്കാം. വിശുദ്ധ വാൻ ഡിയാഗോയുടെ മധ്യസ്ഥം നമ്മുടെ എല്ലാ നിയോഗത്തിന്മേലും ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ എല്ലാ ദൗത്യങ്ങളിൽ മേലും ഉണ്ടായിരിക്കട്ടെ. ഗ്വാഡലുപ്പ മാതാവിൻ്റെ വലിയ സാന്നിധ്യവും വലിയ സംരക്ഷണവും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അമ്മയെ സമീപിക്കുന്നവർക്ക് അമ്മ അനുഗ്രഹം നൽകുന്നു. പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ വാൻ ഡിയാഗോയുടെയും എല്ലാ മധ്യസ്ഥവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.